സക്കറിയ ഒരു നല്ല മനുഷ്യനായിരുന്നു. മാന്യനായ അവൻ വളരെ മിടുക്കനായിരുന്നു. സ്കൂളിലെ ഏക ക്രിസ്ത്യാനി. ഞാനും അയാളെ വെറുത്തു. ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ കൂടുതൽ മെച്ചപ്പെടണമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ എന്നെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ അവനെ അടിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ സ്കൂളിൽ വച്ചു അവനെ കൊല്ലുവാൻ തീരുമാനിച്ച രാത്രി നല്ല ഇരുട്ടും തണുപ്പുമായിരുന്നു. ഞങ്ങൾ 5 പേർ അവനേക്കാൾ മുന്നിലേക്ക് പോയി ഒരു മരത്തിൽ കയറിയവിടെ അവനായി കാത്തിരുന്നു. ദൂരെ നിന്ന് അവൻ്റെ ടോർച്ചിലെ വെളിച്ചം അടുത്തു വരുന്നതിനനുസരിച്ച് വെളിച്ചം വലുതായി. അവൻ ഞങ്ങളുടെ മരത്തിനടുത്ത് എത്തിയ നിമിഷം ഞങ്ങൾ മരച്ചുവട്ടിൽ നിന്നും അവൻ്റെ മേൽ ചാടി വീണ് ആക്രമിച്ചു. അവൻ നിലവിളിച്ചു കരയുകയായിരുന്നു. ഞങ്ങൾ അവൻ്റെ കൈയും കാലും ഒടിച്ചു. കാലിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അവൻ നിലവിളിക്കാനും സഹായത്തിനായി യാചിക്കാനും തുടങ്ങിയാൻ എൻ്റെ കൈ അവൻ്റെ വായിൽ വെച്ചു. അവനിൽ നിന്നും ആടിനെ അറുക്കുമ്പോഴുള്ളതിന് സമാനമായ ശബ്ദവും വിറയലും പുറത്തു വന്നു. മറ്റുള്ളവർ അയാളെ തല്ലിയപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. യഥാർത്ഥത്തിൽ അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തവനെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയുമല്ലോ. പെട്ടെന്ന് അയാൾക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദവും കേൾക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ അവനെ ജീവനും മരണത്തിനുമിടയിൽ ഉപേക്ഷിച്ച് തിരിച്ചുപോയി കഴുകി പ്രാർത്ഥിച്ചു. സക്കറിയ ഒരിക്കലും തിരിച്ചു വന്നില്ല. അവനെ കണ്ടതുമില്ല. ഞാൻ ജനിച്ചതും വളർന്നതും വളരെ മതഭ്രാന്തമായ മുസ്ലിം കുടുംബത്തിലാണ്. എനിക്ക് 8 വയസ്സായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒരു ഖുർആൻ സ്കൂളിൽ ചേർത്തു. അവിടെ അവർ എൻ്റെ തല മുണ്ഡനം ചെയ്തു ഒരു മുറിയിൽ വൃത്താകൃതിയിൽ ഇരുത്തും. ഇതിൻ്റെ നടുവിൽ ഷെയ്ഖ് ഇരിക്കും. അയാളുടെ കയ്യിൽ വളരെ നീണ്ട ഒരു ചാട്ടവാറുണ്ട്. എല്ലാ ദിവസവും എന്നെ ഖുർആൻ മനഃപാഠമാക്കാൻ നിർബന്ധിക്കും. ഇല്ലാത്തപക്ഷം ചാട്ടവാറുടെ തലയിൽ തന്നെ കിട്ടും. എനിക്ക് കരയുവാൻ അനുവാദമില്ല. കാരണം ഞങ്ങളുടേതായ സംസ്കാരത്തിൽ ഒരിക്കലും ആണുങ്ങൾ കരയരുതെന്നാണ്. എന്നാൽ എല്ലാ രാത്രിയിലും ഞാൻ കരയുമായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ ഇസ്ലാം ഉമ്മത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് ഉമ്മത്തിനു വേണ്ടി പൊരുതുന്നത്. അതിനോട് വിശ്വസ്തത പുലർത്തേണ്ടത് ഓരോരുത്തരുടെയും ചുമതലയാണ്. ഞാൻ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങി, മുസ്ലിം അല്ലാത്ത ആളുകളെയും. പ്രത്യേകിച്ച് ജൂതന്മാരെയും ഞാൻ വെറുത്തിരുന്നു. ജിഹാദിനു പോയി അല്ലാഹുവിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞാൻ ഗ്രഹിച്ചു. എല്ലാ രാത്രിയിലും ഞാൻ ലൈറ്റ് അണച്ചു ഉറങ്ങാൻ പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു മരിച്ചാൽ എനിക്ക് എന്തു സംഭവിക്കുമെന്ന്. എൻ്റെ കസിൻ ഒരിക്കൽ ഗുരുതരമായി രോഗബാധിതനായി കിടക്കുന്ന സമയം ഡോക്ടർമാർ അവൻ മരിക്കാൻ പോവുകയാണെന്നും അയാൾക്ക് 2 ദിവസം മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം 2 കോപ്റ്റി ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുവാൻ വന്നു. അവരിൽ ഒരു വ്യക്തി എന്നെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിച്ചു കൈ നീട്ടി. അവൻ്റെ കയ്യിൽ കുരിശുണ്ടെന്ന് കണ്ടു ഞാൻ കൈ പിന്നിലേക്ക് വലിച്ചു. ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ വ്യക്തിയെ തൊടുവാൻ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവർ കുട്ടിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു. പ്രാർത്ഥിക്കാം എന്ന് അറിയിച്ചപ്പോൾ ഒരു മര്യാദക്ക് പ്രാർത്ഥിക്കാൻ ഓക്കെ പറഞ്ഞു. അവർ ഉടനെ ദൈവത്തോട് ഒരു സുഹൃത്തെന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. അവൻ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ദൈവത്തോട് ഒരു വ്യക്തിയെന്ന പോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞു 4 ആഴ്ചയായിട്ട് ആദ്യമായി കണ്ണ് തുറന്ന് കൈകൾ ചലിപ്പിച്ച് സംസാരിച്ചു നടക്കുവാൻ തുടങ്ങി. ആ 2 വ്യക്തികളിൽ ഒരുവൻ എന്നോടൊപ്പം ഇരുന്ന് പറഞ്ഞു, യഥാർത്ഥ അത്ഭുതം എന്താണെന്ന് നിനക്കറിയാമോ? ദൈവം നിങ്ങളുടെ ഹൃദയം മാറ്റാൻ ഉദ്ദേശിക്കുന്നു. യേശു ജീവനോടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ അവനോട് അതെ എന്ന് പറഞ്ഞു. കാരണം ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ദൈവം യേശുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്നും അവൻ ജീവനോടെയുണ്ട് എന്നും ഒരു ദിവസം തിരിച്ചുവരുമെന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യേശുവിനോട് സംസാരിക്കാമെന്നും ആ വ്യക്തി എന്നോട് പറഞ്ഞു. ഈ അറിവ് എൻ്റെ ജീവിതം തന്നെ മാറ്റി.
ഞാൻ തിരുവെഴുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ യഹൂദരെ സ്നേഹിക്കണമെന്ന് ബോധ്യപ്പെട്ടു. യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് യഹൂദന്മാരെ സ്നേഹിക്കാൻ മുസ്ലിമിന് സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ സമൂഹത്തെ സ്നേഹിച്ചു. എന്നാൽ ഞാൻ എപ്പോഴാണോ യേശുവിനെ പിന്തുടരാൻ തീരുമാനിച്ചത്, എൻ്റെ മുത്തശ്ശനും അപ്പനും പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ അവരിൽ ഒരാളല്ലെന്നാണ്. എൻ്റെ ശവസംസ്കാരത്തിനായി അവർ സുഹൃത്തിനെയും കുടുംബത്തെയും ക്ഷണിച്ചു. അവർ ശ്മശാനത്തിലേക്ക് ഒരു ശവപ്പെട്ടി കൊണ്ടുചെന്ന് അവരുടെ മകൻ മരിച്ചെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ എവിടെയാണ്? അപ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം എന്നോട് പറഞ്ഞു, നിനക്കറിയാമല്ലോ ആ ശവകുടീരത്തിൽ നിന്റെ പേരുണ്ടെന്നും ആ ശവകുടീരം ശൂന്യമാണെന്നും. എൻ്റെ ശവകുടീരം എന്താണെന്ന് ഊഹിക്കാമോ? അതും ശൂന്യമാണ്. ഞാൻ ആദ്യമായി ഈജിപ്തിൽ പോയി വർഷങ്ങൾക്കു ശേഷം ഞാനൊരു ഇടയസംഘത്തിലായി. ആ സമ്മേളനത്തിൽ ഒരു സുഡാനീസ് പാസ്റ്റർ എൻ്റെ അടുത്തേക്ക് വന്നു. അത് ഒരു പ്രായമായ മനുഷ്യനായിരുന്നു. ആനരച്ച മുടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കഥ പറയാൻ തുടങ്ങി. അത് കേട്ട് അദ്ദേഹം കരഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് കരയുന്നത് എന്ന്. കരഞ്ഞുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? എൻ്റെ പേര് സക്കറിയ. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാനവനെ അവസാനമായി കണ്ടതും ആ ഇരുണ്ട രാത്രിയും. അവൻ്റെ നിലവിളിയും ഞരക്കം, അത് 25 വർഷങ്ങൾ ആയിരുന്നെങ്കിലും അയാളുടെ ഒടിഞ്ഞ കൈ കാണാൻ തുടങ്ങി, തകർന്ന കാലുകൾ ഞാൻ കാണാൻ തുടങ്ങി, ഞാൻ ഉണ്ടാക്കിയ പാടുകൾ. ഞാൻ ആകെ നാണം കെട്ടുപോയി. ഞാൻ ഒരു മോശം വ്യക്തിയായിരുന്നു. സക്കറിയ എന്നെ നേരെ നോക്കി. അവൻ വീണ്ടും കണ്ണിൽ നോക്കി എന്നോട് പറഞ്ഞു, സാർ, നീ എന്നെ അത്രയധികം വെറുത്തുവോ? അത്രയധികം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവൻ്റെ ബൈബിൾ തുറന്നപ്പോൾ എൻ്റെ പേര് ഞാൻ കണ്ടു. ഞാൻ അവനെ വെറുത്തുവെങ്കിലും അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ദൈവം എന്നോട് ഇടപെട്ടു പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് വെറുക്കുന്നവരെ വേണം സ്നേഹിക്കാൻ എന്ന് പഠിപ്പിച്ചു. ആരുടെയോ പേര് സംഗീതം തിരുത്തുക. യേശു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.